സൂറത്തുൽ ഇസ്രാ, ഹിജ്റക്ക് തൊട്ട് മുമ്പ് ഇറങ്ങിയ സൂറത്താണ്. അതിൽ പറയുന്നുണ്ട് വഇൻ കാദു ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ വഇദൽ ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റുസുലിനാ വലാ തജിദു ലിസുന്നതിനാ തഹ്വീല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചര്യയാണ്, ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, അതിൽ നിന്ന് മാറ്റൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഹിജ്റ സംഭവിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ലഭിക്കുന്നുണ്ട്. അത് ഒരു പ്രവാചകന്മാരുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾക്കത് പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബോധ്യപ്പെടുകയും ചെയ്യും. അതെ, ഇപ്പോ പ്രധാനപ്പെട്ട നബിമാര് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ഇറാഖിലാണ്, പക്ഷെ വഫാത്തായത് ഫലസ്തീനിലാണ്. സ്വന്തം നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് പോയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകുന്നത്. അതുപോലെ തന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഅസ്രി ബിഅഹ്ലിക ബിഖിത്അഇൻ മിനൽ ലൈലി വലാ യൽതഫിത് മിൻകും അഹദൻ ഇല്ല ഇംറാഅത. യാത്രയുടെ യാമങ്ങളിൽ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോവാനാണ് പറഞ്ഞത്. അപ്പൊ സ്വന്തം നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന് സംഭവിക്കുന്നുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, കാരണം അടിമയായിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, സഹോദരങ്ങളുടെ അടുത്ത് നിന്ന് മറ്റു നാട്ടിലേക്ക് വിൽക്കപ്പെടുകയാണ്. അങ്ങനെ അടിമയായിട്ടാണ് ഈജിപ്തിൽ അവസാനം എത്തിച്ചേരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, ആ ഒരു അബദ്ധവശാൽ ഒരു വധിച്ച ഒരു സന്ദർഭത്തിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട് വജാ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ ഖാല യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. ജനങ്ങൾ താങ്കളെ അന്വേഷിച്ച് നടക്കാണ്, ഫഖ്റുജ് പെട്ടെന്ന് പോയിക്കോളൂ, ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാൻ നല്ല ഉപദേശമാണ് തരുന്നതെന്ന് ഒരു വ്യക്തി വന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആൻ അതിന്റെ തൊട്ട് ശേഷം പറയുന്നത് ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, ഭയവിഹ്വലനായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ആ നാട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ബർറഫഅഹു അല്ലാഹു ഇലൈഹി, ആകാശ ലോകത്തേക്കാണ് പിന്നെ ഹിജ്റ പോകുന്നത്.